കണ്ണ് തുറന്ന് വായിച്ചു നോക്ക്. തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയ നിസാരനല്ല, ഇന്റർനാഷണൽ ക്രിമിനൽ ആണെന്ന്. ഇത്രയും വലിയൊരു ക്രിമിനലിനെ താൻ ഒറ്റയ്ക്ക് പിടിക്കുമെന്നോ? അതിനെ താൻ ഗോപി വരച്ചോണ്ടിരുന്നാ മതി. ആരാണ് സാർ ഈ ഗോപി? തന്റെ അമ്മായിയപ്പൻ. ഓ, മൈ ഫാദർ ഇൻ ലോ. He is not Gopi. He is Sheshu. B.A. Sheshadri or B.A. B.T. He is no more. തന്നെ ഞാൻ കൊല്ലും. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സാർ രാവിലെ ജോക്ക് അടിക്കുന്നല്ലോ സാർ. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല സാർ. മൈൻഡ് യു, ഒരാഴ്ചക്കകം നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചടച്ചില്ലെങ്കിൽ തന്റെ എല്ലാ സ്വത്തുക്കളും ജപ്തി ചെയ്യാൻ കമ്പനി നടപടിയെടുക്കും. യു ക്യാൻ ഗോ. സ്വാമി, ആഭ്യന്തരമന്ത്രി ഐ ജിയെ വിളിച്ചിരുന്നു. അന്വേഷണം എവിടം വരെ ആയി എന്നറിയാൻ. നമ്മുടെ ഈ പെരേരയും സുകുമാരക്കുറുപ്പും വീരപ്പനും ഒക്കെ ഒരേ ബ്ലഡ് ഗ്രൂപ്പുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഛേ, ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ കഴിവില്ലാത്ത മണ്ടന്മാരെ തന്നെയാണ്, അല്ലെ സാറേ? ഓർത്തില്ല ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസാദം. എന്താ സ്വാമി? പെരേരയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടി എന്നൊരു വാർത്ത സാറിന്റെ നാക്കിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിക്കടി ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ എന്നും വന്ന് അന്വേഷിക്കണ്ട. ആളെ കിട്ടുമ്പോ ഞങ്ങൾ സ്വാമി വിവരം അറിയിക്കാം. വീട്ടിലിരുന്നിട്ട് മനസമാധാനം കിട്ടണില്ല. മാനേജിംഗ് ഡയറക്ടർ എന്നെ ഡിസ്മിസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോ പാവം സ്വാമി. ഗുരുവായൂർ അമ്പലത്തിൽ പോയി 7 ദിവസം ഭജന ഇരുന്ന മനസ്സിന് സമാധാനം കിട്ടും, വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും. സ്വാമി തൽക്കാലം ചെല്ലേ. കേസ് അന്വേഷണം ഊർജിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ തരാം. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഒരു ചെറിയ കൈക്കൂലി 250 എടുത്തോണം. സോറി സർ, ഇവിടെ പറഞ്ഞതാ സർ. സർ ഓക്കെ സർ. ആരാ സർ? ഐ ജിയാ. മഹാരാഷ്ട്രയിൽ നിന്ന് സീനിയർ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ തമ്പി, ഏതാവത് വിവരം കിടച്ചാ ഉടനെ അറിയിച്ചിടുങ്കോ. ശരി മുറുക, ഒന്നും ചൊല്ലി പ്രയോജനമില്ല. அந்த 5000 கோடி തിരുമറി നടത്തുന്ന അർഷദ് മേത്താവ ഇന്നും ജയിലിൽക്കുള്ള പോള മുടിയില്ല. പിന്നെ അല്ലതാ இந்த 5 ലക്ഷം മോഷിച്ച പരേരാ அந்த അയോഗ്യ പൈലൻ കയ്യിൽ കിടച്ച ഞാൻ കൊല കൊണ്ടിടുവേ. നീ പോലീസിന് പിടികൊടുക്കരുത്. വിടാനാ പറഞ്ഞു. ഇല്ല, ഞാൻ സറണ്ടർ ആയില്ലെങ്കിൽ നാൻസി അവര് നിന്റെ പണമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ സാധ്യല്ല. എന്ത് പറ്റി സ്വാമി? രജനീകാന്ത് ഇടിக்கிற മാതിരി ഇടിച്ചിട്ട് കാറിൽ ഏറി പോയാച്ച്. എന്റെ ഗുരുവായൂരപ്പ, വിഗ്രഹമോഷണങ്ങളായിരുന്നു ഈ അടുത്ത കാലം വരെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം. നാളിതുവരെ നടന്നിട്ടുള്ള 274 വിഗ്രഹമോഷണ കേസുകളിൽ 16 എണ്ണം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ബാങ്ക് കവർച്ചകളാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ 5 മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ നിരക്കിൽ തന്നെ കവർച്ച തുടരുകയാണെങ്കിൽ 6 മാസത്തിനകം ഏറ്റവും കുറഞ്ഞത് 60 മോഷണങ്ങളെങ്കിലും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അവസരത്തിൽ ബാങ്ക് കവർച്ചകളിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് SP ശ്രീകണ്ഠൻ നായർ എന്ത് പറയുന്നു? സാർ, ഈ കവർച്ചകളുടെ പിന്നിലെ കറുത്ത കൈ പെരേരയുടേതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. ബോംബെ പോലീസുമായി ബന്ധപ്പെട്ട് പെരേരയെ പറ്റിയുള്ള ചില പ്രധാന വിവരങ്ങൾ ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബോംബെയിലെ പ്രീതം ബാങ്കേഴ്സ്, ലാലാജി ഫൈനാൻസിയേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കവർച്ചകൾ നടത്തിയതും ഹ്യൂമൻ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ വിലവെടുപ്പുള്ള രത്നങ്ങൾ മോഷ്ടിച്ചതും ഈ പെരേര തന്നെയാണെന്ന് മഹാരാഷ്ട്ര പോലീസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധോലോക ഭീകരൻ കേരളത്തിലേക്ക് കടന്നിരിക്കാൻ ഇടയുള്ളതായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്.
പെരേരെ ഐഡന്റിഫൈ ചെയ്യാൻ അടയാളം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നോ സർ, പല സ്ഥലത്തും പല വേഷത്തിലാണ് അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആളെ തിരിച്ചറിഞ്ഞ ശരീരത്തിൽ നിന്നും ഒരു രൂപം വരച്ചെടുക്കാനുള്ള ശ്രമം ഫിഗർ എക്സ്പെർട്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നടന്ന എല്ലാ ബാങ്ക് മോഷണങ്ങളെയും പിന്നിൽ ഇതേ പെരേര തന്നെയാണെന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഇനി എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. സാർ, എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. സെൻട്രൽ പോലീസ് സ്റ്റേഷന് അലോട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ജീപ്പിന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു നല്ല മൂത്രപ്പുരയോ ഊണുമുറിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. നോൺസെൻസ്. ഇതൊക്കെ പറയാനുള്ള വേദി അല്ല ഇത്. ഒരു പോലീസുകാരനായി ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. നത്തിങ് മോർ സർ. ഓക്കെ. ഹലോ, ഉണ്ണിത്താമല്ലേ? ഞാൻ ശങ്കരനാ, PC. പെരേരയെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കെ. തനിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നത് വരെ ഞാൻ തന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ? എന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല. അത് പിന്നെ നല്ല ഒന്നാം തരം കാൽക്കുലേറ്റർ അല്ലേ മുതലാളിയുടെ കയ്യിലുള്ളത്? എന്നെ വിട്ടുപോയത് വേറെ വമ്പൻ സ്രാവിന്റെ സംഘത്തിൽ ചേരാനായിരുന്നു. ആരാ മുതലാളി? ബോംബെ അധോലോകത്തിന്റെ ആണിക്കല്ല് പെരേര. ഓ, ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമാകുന്നു. എന്റെ ജൂവലറി കൊള്ളയടിച്ചതും ആ പെരേരയായിരുന്നു. ബെന്നി അയാളെ സഹായിച്ചിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കൊള്ളയടിക്കുന്ന പല സ്ഥാപനങ്ങളുമാണ് പെരേര ഇപ്പൊ നോട്ടമിട്ടിരിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തി അവന്റെ സമ്പാദ്യം കൈക്കലാക്കി അവൻ Come in. Yes. I am Vishwanath, Superintendent of Police, Bombay. ശ്രീകണ്ഠൻ നായർ, പ്ലീസ്. Thank you. ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം? ഓ, മലയാളിയാണല്ലേ? യെസ്. സോറി ഫോർ ഇന്ററപ്ഷൻ. പ്ലീസ് ക്യാരി ഓൺ. പെരേരയുടെ വേറെ ബോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് എക്സാക്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാളുടെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ കേസ് അന്വേഷണത്തിൽ മഹാരാഷ്ട്ര പോലീസിന്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക്സ്. ബൈ ദ ബൈ, ഈ പെരേരെ കണ്ട തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, ആലം ആൻഡ് അലോട്ട് കമ്പനി മാനേജർ ഒരു അനന്തകൃഷ്ണസ്വാമിക്കും പിന്നെ എനിക്കും അവനെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. Okay then, I will make a move. One important thing. പെരേരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താലുടൻ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. Because he is the most wanted criminal in Bombay city. വളരെ സ്മാർട്ട് പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു ടീം എന്നോടൊപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ പെരേരെ കേരള പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നും വരും. കേരള പോലീസ് വാചകത്തിലല്ല, പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. വെല്ലുവിളിയാണോ? അങ്ങനെ കരുതിയാലും വിരോധമില്ല. Then I am accepting your challenge. You are welcome.
ഇന്നു മുതൽ ഞാനല്ല പെരേര, അവനാണ്. അവൻ പോലീസ് കസ്റ്റഡിയിൽ ആവുന്നതിന് മുമ്പ് നമുക്ക് ട്രാപ്പ് ചെയ്യണം. അവനെ കൈ കിട്ടുന്നോണ്ട് നമുക്കെന്ത് പ്രയോജനമെന്ന് പെരേര സാബ് പറഞ്ഞില്ല. ദിമാഗ് ചാഹിയേ, ദിമാഗ്, ബുദ്ധി, ഇന്റലിജൻസ്. മഹാരാഷ്ട്ര പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള 74 കേസുകളിൽ 1-ാം പ്രതിയാണ് ഞാൻ, അല്ലെ? അതെ. മഹാരാഷ്ട്ര പോലീസിന്റെ റെക്കോർഡ്സ് പ്രകാരം ഞാനിപ്പോ കേരളത്തിലാണ്. എന്നാൽ ഇവിടുത്തെ പോലീസിന്റെ റെക്കോർഡ്സിൽ പെരേര ഞാനല്ല, വേറൊരു സാധുവാണ്. എന്നെ ട്രേസ് ചെയ്യാൻ മഹാരാഷ്ട്ര പോലീസ് കേരള പോലീസിന്റെ സഹായം തേടാതിരിക്കില്ല. സോ ഇവിടുത്തെ സാധു പെരേരയെ നമ്മൾ തപ്പിയെടുത്ത് തട്ടിക്കളഞ്ഞാൽ ഇവിടുത്തെ പോലീസ് എന്ത് വിചാരിക്കും? സാബ് മരിച്ചു. കറക്റ്റ്. അതോടെ എന്റെ പേരിലുള്ള കേസ് ഫയലുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. വേറൊരു പുതിയ രൂപത്തിൽ, വേഷത്തിൽ, പേരിൽ ഞാൻ വീണ്ടും നമ്മുടെ പണി തുടരുന്നു. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. എപ്പടി? സാബ് ഒരു ജീനിയസ് ആണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ സാബായതും നിങ്ങളെല്ലാം എന്റെ ശിങ്കിടികളായതും. ഓക്കേ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? സർ, ഓപ്പറേഷന് വേണ്ടി ഞാൻ കരുതിയിരുന്ന പണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അത്രയ്ക്ക് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ പറയരുത് സർ, എന്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ. എക്സ്പ്ലനേഷൻസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇനിയൊരു പെയിൻ വന്നാൽ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് വന്നേക്കാം. കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം. ഒടുവിൽ ഒരു കോമാ സ്റ്റേജിൽ ജീവിതാവസാനം വരെ. പ്ലീസ് സർ, ഞാൻ നോക്കിയിട്ട് കാശിന് ഒരു മാർഗവും കാണാഞ്ഞിട്ടാ. കാശിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽ മാനേജറിനോട് പറഞ്ഞാൽ മതി. അവർ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. വേണമെങ്കിൽ എന്റെ ഫീസ് വേണ്ടെന്ന് വെക്കാം. അതിലുപരി എനിക്ക്. സാറിനി അടുത്തെന്നാണ് വരുന്നത്? നെക്സ്റ്റ് 12th. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാം സാർ. നിങ്ങൾ എത്ര പേരുണ്ട്? എടീ, നിന്റെ ഉമ്മക്കളൊന്നും ഞങ്ങളോട് വേണ്ട. ഇതിനേക്കാളും വലിയ ഉമ്മക്കളിക്കാരെ കൊണ്ട് ഞങ്ങൾ സത്യം പറയിച്ചിട്ടുണ്ട്. പറയടി, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവള് പറയത്തില്ല സാറേ. കുറച്ചു നേരം എനിക്ക് വിട്ടു തന്നാ ഞാൻ പറയിപ്പിക്കാൻ സത്യം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എവിടെയാണ് നിങ്ങളുടെ ഒളിത്താവളം? പറയാ. പറയാ. പറയണേ. നിർത്ത് സാർ. എല്ലാവരും കൂടെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്ത ഈ പാവം ചത്തുപോകും. പിന്നെ കിട്ടാനുള്ള വിവരം പോലും കിട്ടില്ല. താൻ ഉത്തരവൊന്നും വിടണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അണ്ടർവേൾഡ് ഗാങ്ങിലെ മെമ്പറാണ് ഇവൾ. ബെൽറ്റ് ബോംബ് വെച്ച് ആരെങ്കിലും കൊല്ലാൻ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിരിക്കലെന്ന് ആര് കണ്ടു? ഈ കുട്ടി സംസാരിക്കില്ല എന്നുള്ളത് ഉറപ്പാ. വേണമെങ്കിൽ നമുക്ക് ഇവള് കിടന്ന ആസ്പത്രിയിലെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. ദയവ് ചെയ്ത് തൽക്കാലം ഈ ടോർച്ചറിംഗ് ഒന്ന് നിർത്തൂ പ്ലീസ്. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിന്റെ ലങ്സിലേക്ക് കളയും. എവിടാ അവര്? ആര്? ആ പെരേരയും ബെന്നിയും. നമ്മക്കറിയില്ല. അവരെവിടെയുണ്ടെന്ന് പറയുന്നവരെ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ?
എന്താ ചെയ്തലിക്കത്? നീയോ? പതുക്കെ. അപ്പൊ എന്നെ പറ്റി കേട്ടതൊക്കെ ശരിയാണല്ലേ? പഴയ പണിയൊക്കെ നിർത്തി പുണ്യാളച്ചനാവാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്തലിക്ക ഞാൻ ഒന്നും നീ പറയണ്ട. നീയും ആ പെരേരും കാരണം എന്റെ ജീവിതം നായാക്കി. ഇടി കഴിഞ്ഞ നേരല്ലേ പോരേല്. ഇന്റെ കെട്ടികളും കുട്ടികളും അവരെ വീട്ടിലാക്കിയിരിക്കുകയാണ് ഞാൻ. ചെയ്തലിക്ക ഞാൻ പറഞ്ഞു. മതിയടാ, കണ്ണു ചോരില്ലാത്ത പണിയല്ലേ നീ ചെയ്ത്. മര്യാദയ്ക്ക് അവരെ പണം കൊണ്ടുപോയിക്കോട്. അല്ലെങ്കിൽ ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ. ആ പണം തിരിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അതെ, ആ നടന്നതല്ല ഞാൻ പറയാം. അതെ, നിങ്ങൾ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ബെന്നി അറിയില്ല, പെരേറി അറിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? പെരേരെ രക്ഷിക്കാനുള്ള പയ്യല്ലേ നമ്മൾ നോക്കണേ. അവന്റെ പെങ്ങളുടെ ഓപ്പറേഷനുള്ള പണം കൊണ്ട് ബെന്നി എത്തിയിട്ടുണ്ട്. എവിടുന്ന് ബെന്നി? ബെന്നി ബെന്നി നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ ചെന്ന് ജോസി വിളിച്ചോണ്ട് വരാം. ബെന്നി, ഓളെ നമുക്ക് വിശ്വസിക്കാലോ അല്ലേ? അല്ല, നമ്മളോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവൾ അകത്തോട്ട് പോലീസിന് ഫോൺ ചെയ്താലോ? എന്നാ പിന്നെ ആശുപത്രി ചെയ്താൽ പോരെ? അത് ശരിയാ. അല്ല, നമുക്കിപ്പോ ആരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരു പിടി കിട്ടാതായിരിക്കുന്നു. ആകെപ്പാട് ഒരു കൺഫ്യൂഷ്യസ്. ജോസി, 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 ജോസി. മേഴ്സിക്ക് ഇനിയും ബെന്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എല്ലാം ഞാൻ അവരോട് തുറന്നു പറയും. തൽക്കാലം പോലീസിന്റെ ഉപദ്രവത്തിൽ നിന്നും നാൻസി രക്ഷപ്പെടുമല്ലോ. നേരിട്ട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഭീരുത്വം കാണിക്കുന്നത്. എല്ലാം വിധി പോലെ വരട്ടെ. സ്നേഹത്തോടെ, ജോസി. ജോസി എവിടെ? ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എന്ത് മണ്ടത്തിലാണ് അയാൾ കാണിച്ചത്? പോലീസിന്റെ കയ്യിൽ അങ്ങ് കിട്ടിയ ഇത് പിടിച്ചേ. എന്തത്? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങിയില്ല. ഞാനെന്താ നീങ്ങിയിരിക്കുന്നു? 10 മുതലല്ലേ ഞാൻ വണ്ടി പറഞ്ഞില്ല. ജോസി ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. താനിപ്പോ 5 ലക്ഷവും തട്ടിപ്പറിച്ചുകൊണ്ടോടി വെറും ഒരു കള്ളനല്ല. മഹാരാഷ്ട്ര പോലീസിനും കേരള പോലീസിനും ഒരുപോലെ ആവശ്യമുള്ള പിടികിട്ട പുള്ളിയാണ്. ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാന കണ്ണി. ബോംബെയോ? കുട്ടിക്കാലത്ത് മമ്മിയുടെ കൂടെ വേളാങ്കണ്ണി പോയെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. അത് നമുക്കല്ല അറിയുള്ളൂന്ന്. ആ പെരേരെല്ലാം നിന്ന് പോലീസിനും കൂടി പോകാറുണ്ടേ. അവരെ ഇടികൊള്ളുമ്പോ പെരേരെല്ലാം ദാവൂദ് ഇബ്രാഹിം ആണെന്ന് സമ്മതിച്ചു. അയ്യോ, ഇതിപ്പോ പെരേര എന്ന് പേരുള്ള വേറെ ആരോ ചെയ്യുന്ന മോഷണങ്ങളാണ് ഇയാളുടെ തലയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. നീ ഇപ്പൊ പറഞ്ഞ ആ പെരേരയാണ് ഈ പെരേര. ഒളിച്ചുകളി എനിക്കിഷ്ടമല്ല. ഓൺലി സ്ട്രൈറ്റ് ഡീലിങ്സ്. എനിക്കിപ്പോ വേണ്ടത് എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റിനാണ്. ഡെഡ് ഓർ അലൈവ്. ഇവനെ കൈ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇങ്ങോട്ട് വാടാ മോനെ. വാ മോൻ, വാ. വാടോ. വാ. I say come. Come on. Come on. Come here, I say. Nice boy.